ഫെബ്രുവരി 5-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് US-ൽ നിന്നും ഇന്ത്യൻ ഇമിഗ്രൻസിനെ ഡിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. കൃത്യമായിട്ടുള്ള രേഖകളില്ലാത്ത ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്നും അവരുടെ വിമാനത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയം എന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി അമേരിക്കയിലെ ട്രംപ് അധികാരത്തിലേറ്റതോടെ ഇത്തരത്തിലുള്ള പുതിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം US വിസിറ്റ് ചെയ്യാൻ പോണ്. അതിന് തൊട്ട് മുന്നെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അവിടെ നിന്ന് ഇല്ലീഗൽ ആയിട്ടുള്ള ഇന്ത്യക്കാരെ കൃത്യമായിട്ടുള്ള യാത്രാരേഖകളില്ലാതെ അമേരിക്കയിലുള്ള ഇന്ത്യക്കാരെ തിരിച്ചയക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് ഓർത്തേക്കോ. മിലിറ്ററി എയർക്രാഫ്റ്റിൽ 200ഓളം ഇന്ത്യക്കാരുമായിട്ട് ആ വിമാനം ഇന്ത്യയിലേക്ക് വരും എന്നുള്ള രീതിയിലാണ്, ഡിപ്പോർട്ട് ചെയ്യും എന്ന രീതിയിലാണ് പറയപ്പെടുന്നതെന്നും കൂടി ഓർത്തുവെക്കാം. അതേപോലെ തന്നെ ഈ ഒരു പ്രധാനമന്ത്രിയുമായിട്ട് ട്രംപ് സംസാരിക്കുകയും ഗ്ലോബൽ പീസിന് വേണ്ടിയിട്ടും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും പരസ്പരം എഗ്രി ചെയ്തു ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുമെന്നൊക്കെ രണ്ടുപേരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള ഇന്ത്യൻ ഇമിഗ്രൻസിന്റെ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ പ്രധാനമന്ത്രി നടത്തും എന്നും US പ്രസിഡന്റ് ഒരു വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മിലിറ്ററി എയർക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു ഡിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുതിയ മെത്തേഡാണ്. മുന്നേയും ഡിപ്പോർട്ടേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പോലും 2024 ജൂണിന് ശേഷം ഏകദേശം 1.6 ലക്ഷം ആൾക്കാരെയാണ് US ഇതുവരെ ഡിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ അതോറിറ്റീസും US ഗവൺമെന്റുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്രേ. അപ്പോൾ ഈ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടുന്ന് ഇല്ലീഗൽ ഇമിഗ്രന്റ് എന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് അയച്ചതുകൊണ്ട് കാര്യമില്ല. അവർ ഇന്ത്യക്കാരാണോ എന്ന് ഇന്ത്യൻ നാഷണാലിറ്റി ഇന്ത്യ കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ, കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ വഴി കൺഫേം ചെയ്തതിനു ശേഷം മാത്രമേ ഇന്ത്യ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. US-ന്റെ ഇമിഗ്രേഷൻ പോളിസി എന്ന് പറയുന്നത് അത് പല അൺസർട്ടനിറ്റിയിലൂടെ കടന്നു പോവാണ്. ഒന്ന്, അതിന് ഫണ്ടിങ് കട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിലുള്ള പല ട്രംപിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പോളിസികൾ അതും ചില കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തത്, അമേരിക്ക US-ന്റെ മേലെയും ചൈനയുടെ മേലെയും കാനഡയുടെ മേലെയൊക്കെ മെക്സിക്കോയുടെ മേലെയും ചൈനയുടെ മേലെയും കാനഡയുടെ മേലെയൊക്കെ ഇമ്പോർട്ട് താരിഫ് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതായിട്ട് നമ്മൾ പറഞ്ഞു. ഇതിന് തിരിച്ചടിയായിട്ട് ചൈന US ഇമ്പോർട്ടിന് മേലെയും അധിക നികുതി ചുമത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. അതായത് ചൈനയും റിട്ടാലിയേറ്ററി മെഷേഴ്സ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ചൈന US എനർജി, അതുപോലെ തന്നെ US നിന്നുള്ള വെഹിക്കിൾസ്, US നിന്നുള്ള എക്യുപ്മെന്റുകൾ ഇവയുടെ മേലെ അഡീഷണൽ താരിഫുകൾ കൊണ്ടുവരികയാണ്. അതായത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് കുറച്ചുകൂടി കലുഷിതമാവുന്ന പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ട്രംപ് 10% അഡീഷണൽ താരിഫാണ് ചൈനീസ് ഗുഡ്സിന്റെ മേലെ ഇമ്പോസ് ചെയ്തതെങ്കിൽ, എനർജി, വെഹിക്കിൾസ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഇമ്പോസ് ചെയ്തെങ്കിൽ, പ്രത്യേകിച്ചും കാനഡയും മെക്സിക്കോയും ചൈനയും ടാർഗറ്റ് ചെയ്യാണ് ഉപയോഗിച്ചത്. അത് തന്നെ ചൈനയും തിരിച്ചടിക്കുകയാണ്. അപ്പൊ ചൈന 15% താരിഫാണ് കോളിന്റെ മേലെയും LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ ദ്രവീകരിച്ച പ്രകൃതിവാതകത്തിന്റെ മേലെ ചുമത്തിയിട്ടുള്ളത്. കൽക്കരിയുടെ മേലെയും 10% താരിഫ് ക്രൂഡ് ഓയിലിന്റെ മേലെ, അഗ്രികൾച്ചറൽ മെഷീനറി മേലെ, ലാർജ് വെഹിക്കിൾസിന് മേലെ അഡീഷണൽ ആയിട്ട് ചുമത്തിയിട്ടുണ്ടെന്ന് ഓർക്കുക. അതായത് അമേരിക്കയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ കൂടുതൽ എക്സ്പെൻസീവ് ആയി മാറും ചൈനയിൽ. അതായത് അത് ലെസ് കോമ്പറ്റീറ്റീവ് ആയി മാറും, ആൾക്കാർ വാങ്ങാൻ സാധ്യത കുറവാണെന്നാണ്. അപ്പൊ ചൈന എന്ന് പറയുന്നത് US-ന്റെ എനർജി എക്സ്പോർട്ടുകളുടെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ്. കാരണം കൽക്കരിയും കോളും ഓയിലും LNG ഒക്കെ ആയിട്ട് ഏകദേശം $7 ബില്യൺ ട്രേഡാണ് കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു അമേരിക്കയുടെ നടപടിയെ കണ്ടം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചൈന. അവര് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ വയലേഷൻ ഫയൽ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഓൾറെഡി ഇനാക്റ്റീവ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കാരണം അവിടെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ബോഡീസ് ഇല്ല. കാരണം US ആണ് ഒരാളെ അപ്പോയിന്റ് ചെയ്യേണ്ടത്, അത് ചെയ്യുന്നില്ല എന്നുള്ളത്. അതേപോലെ തന്നെ അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള ഗൂഗിളിന്റെ മേലെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടും ചൈനീസ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. PVH കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഇല്ലൂമിന തുടങ്ങിയിട്ടുള്ള കമ്പനികളെ അൺറിലയബിൾ എൻറ്റിറ്റീസ്, വിശ്വസിക്കാൻ പറ്റാത്ത കമ്പനികൾ എന്ന ലിസ്റ്റിലേക്ക് പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നത്. അതേപോലെ തന്നെ റെയർ എർത്ത് മെറ്റൽസ് ആൻഡ് കെമിക്കൽസ് ഇവയുടെ മേലെ എക്സ്പോർട്ട് കൺട്രോൾ ഏർപ്പെടുത്തുകയും ചൈന ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുക. ഇത് വ്യത്യസ്ത ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് വേണ്ടി ലോകത്തുള്ള എല്ലാ ഇൻഡസ്ട്രീസും ഉപയോഗിക്കുന്നതാണെന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പൊ ട്രംപ് പറഞ്ഞത് എന്താ വെച്ചാൽ, എന്തിനാണ് അദ്ദേഹം ഈ ഒരു അഡീഷണൽ താരിഫ് ഇമ്പോസ് ചെയ്യുന്നത് വെച്ചാൽ, ഇല്ലീഗൽ മൈഗ്രേഷനെ കൃത്യമായിട്ട് തടയാത്ത രാജ്യങ്ങൾ, അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് ഡ്രഗുകൾ കടത്തിവിടുന്ന രാജ്യങ്ങളെ ഇവയൊക്കെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതൊരു ട്രേഡ് വാറിലേക്ക് പോവാണ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ആണ്. അതിന്റെ ഇമ്പാക്റ്റ് ലോകത്ത് എല്ലായിടത്തും കാണാൻ പറ്റും. കാരണം ഈ ഒരു ട്രംപ് ഇത്തരത്തിലുള്ളൊരു നീക്കം തുടങ്ങിയപ്പോൾ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ കുത്തനെ ഇടിയുന്ന സാഹചര്യം, പിന്നീട്
മെല്ലെ മെല്ലെ ട്രംപ് തൽക്കാലം അതിനെ സ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെക്സിക്കോയുടെയും കാനഡയുടെയും കേസ് തൽക്കാലം ഒന്ന് പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെല്ലെ സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും കയറുന്നതും കാണാൻ പറ്റും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ UAPA അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്ന നിയമത്തിന് അതിൽ നടത്തിയ അമെൻമെന്റുമായി ബന്ധപ്പെട്ട വിഷയം നേരിട്ട് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്തപ്പോൾ അത് ഹൈക്കോടതിയിൽ പോയിട്ട് വരാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ ഒരു UAPAയുമായി ബന്ധപ്പെട്ട വിഷയം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പൊ സുപ്രീം കോടതിയിലാണ് ഈ ഒരു പെറ്റീഷൻ പോയിട്ടുണ്ടായിരുന്നത്. UAPA അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 2019 ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയം നേരിട്ട് സുപ്രീം കോടതി പോകുന്നതിന് പകരം ഹൈക്കോടതിയിൽ പോകാനാണ് കോടതി ആവശ്യപ്പെട്ടുള്ളതെന്ന് ഓർത്തുക. അതായത് എന്താ ഈ അമെൻമെന്റ് എന്ന് വെച്ചാൽ ഈ അമെൻമെന്റ് പ്രകാരം അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെ അദ്ദേഹം ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി ആണോ ചെയ്തത് എന്നുള്ളത് കോടതിയിൽ പോകുന്നതിന് മുന്നേ തന്നെ ആർക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും? പോലീസുകാർക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു UAPA കേസിൽ പെട്ട ആൾക്കാരെ നോർമലി അവരെ ടെററിസ്റ്റുകൾ എന്ന് വിളിക്കും. അത്തരം കേസുകളിൽ അത് കോടതി പരിശോധിക്കുന്നതിന് മുന്നേ ഒരാൾ കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെടുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തെ ടെററിസ്റ്റ് എന്ന് മുദ്ര കുത്തുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ ഒരു അമെൻമെന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ മൗലികാവകാശങ്ങളുടെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ആണെന്നാണ് പെറ്റീഷണർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഒരു വ്യക്തിയുടെ ഡിഗ്നിറ്റി, അയാളുടെ ഫ്രീ സ്പീച്ച്, അയാളുടെ റെപ്യൂട്ടേഷൻ തുടങ്ങിയവ വളരെ മോശമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, അയാളെ ടെററിസ്റ്റ് എന്ന് പറയുന്നു. ഇത് ആ പേഴ്സൺസിന്റെ ലിബർട്ടിയെ തന്നെ, സ്വാതന്ത്ര്യത്തെ തന്നെ ബാധിക്കുന്ന സാഹചര്യമാണ് എന്നാണ് പെറ്റീഷണർ ആർഗ്യൂ ചെയ്തിട്ടുള്ളത്. 2019 അമെൻമെന്റ് പ്രകാരം ഒരു ഇൻഡിവിജ്വലിനെ ടെററിസ്റ്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. സെക്ഷൻ 35 പ്രകാരം, അതായത് കോടതിയിൽ ട്രയലുകൾ നടത്തുന്നതിന് മുന്നേ തന്നെ. അപ്പൊ പെറ്റീഷണർ പറഞ്ഞു വെച്ചാൽ റൈറ്റ് ടു റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 പ്രകാരം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം. അത്തരത്തിൽ പ്രഖ്യാപിക്കണമെന്നും ഒരാളെ ട്രയൽ പോലും നടത്താതെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കുക പോലും ചെയ്യാതെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കി വിചാരണ നടത്തുന്നതിന് മുമ്പേ അയാളെ ടെററിസ്റ്റ് എന്ന് മുദ്ര കുത്തുന്നത് അയാളുടെ റെപ്യൂട്ടേഷന് എഗെയിൻസ്റ്റ് ആണ് എന്നുള്ളതും ഒക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ കോടതി പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ആദ്യം ഹൈക്കോടതി പോകും, എന്നിട്ട് സുപ്രീം കോടതിയിൽ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ 21 റൈറ്റ് ടു റെപ്യൂട്ടേഷൻ ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിലാണ് ആർഗ്യൂ ചെയ്യുന്നവർക്ക് കോടതിയുടെ ഭാഗത്ത് അത്തരത്തിലുള്ള ജഡ്ജ്മെന്റ് വന്നിട്ടില്ല. അടുത്തൊരു വിഷയം വീണ്ടും സുപ്രീം കോടതിയിൽ നിന്നുള്ളതാണ്. തമിഴ്നാട് ഗവർണറും തമിഴ്നാട് ഗവൺമെന്റും തമ്മിലുള്ള ടെസ്സില് പ്രശ്നം പരിഹരിക്കേണ്ടതായിട്ടുണ്ട്, ഭരണഘടനയുടെ ആ ഒരു സ്പിരിറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ തമിഴ്നാടുള്ള വിഷയം എന്നുള്ളത്. അപ്പോൾ സുപ്രീം കോടതി തമിഴ്നാട് ഗവൺമെന്റും തമിഴ്നാട് ഗവർണറും തമ്മിലുള്ള ഇഷ്യൂ ഭരണഘടനയുടെ ആശയങ്ങളെ കീപ്പ് ചെയ്യുന്നുണ്ട്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള റെസൊല്യൂഷനിലേക്ക് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗവർണറും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള ഇഷ്യൂസ് അത് തമിഴ്നാട് മാത്രമല്ല കേരളത്തിലും ഉണ്ടായിരുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, വെസ്റ്റ് ബംഗാളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗവർണർ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടില്ല. അദ്ദേഹത്തിന് മുന്നിലേക്ക് ഗവൺമെന്റ് സമർപ്പിക്കുന്ന പ്രോസിക്യൂഷൻ സാങ്ഷൻസ് ഗവർണർ ഒപ്പിടില്ല. പ്രിസണേഴ്സിന് അല്ലെങ്കിൽ ജയിലിലുള്ള ആൾക്കാർക്ക് റെമിഷൻ ഒക്കെ കൊടുക്കാറുണ്ട്, അതൊന്നും ഒപ്പിടില്ല. വൈസ് ചാൻസലർ, യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലറെ അപ്പോയിന്റ് ചെയ്യുന്നതിന് നടപടികൾ സ്വീകരിക്കില്ല. അപ്പൊ ഗവർണർക്ക് ഏകദേശം 10ഓളം ഹയർ എഡ്യൂക്കേഷൻ ബില്ലുകൾ, ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട 10ഓളം ബില്ലുകൾ നിയമസഭ പാസാക്കി നൽകി 2023 നവംബർ 18 പോലും അതെല്ലാം പ്രസിഡന്റിനെ റഫർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഈ ഒരു പ്രസിഡന്റിനെ റഫർ ചെയ്യേണ്ടത് അതായത് ഭരണഘടനയെ വയലേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കോമൺ നാഷണൽ ഇൻട്രസ്റ്റ് വരുന്നതായിട്ടുള്ള നിയമങ്ങളാണ്. അല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റിൽ തന്നെ ഗവർണർക്ക് തീർപ്പാക്കാവുന്നതാണ്. പക്ഷേ പ്രസിഡന്റിനെ റഫർ ചെയ്തു, അതിൽ പ്രസിഡന്റ് 1 അസെന്റ് ചെയ്തു, 7 റിജക്ട് ചെയ്തു, 2 ഇതുവരെ പരിഗണിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ തമിഴ്നാട് ഗവൺമെന്റ് പറഞ്ഞത് വെച്ചാൽ ആർട്ടിക്കിൾ 200 പ്രകാരം, ഈ ആർട്ടിക്കിൾ 200 പ്രകാരമാണ് ഗവർണർക്ക് ഈ ഒരു റിസർവ് ചെയ്യാനുള്ള അധികാരം വരുന്നത്. അപ്പൊ അത് റിസർവ് ചെയ്യാനുള്ള അധികാരം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ മാത്രമാണ്. അതിന് പകരം അത് എല്ലാം തന്നെ വരുന്ന ബില്ലുകളെല്ലാം തന്നെ പ്രസിഡന്റിന് റിസർവ് ചെയ്ത് വലിയ ഡിലേസ് ഒക്കെ ഉണ്ടാക്കുന്നത് അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന രീതിയിലാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഗവർണറുടെ ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അധികാര പരിധിക്ക് പുറത്തേക്ക് പോയിട്ട് ചെയ്യുകയാണ് എന്നുള്ള രീതിയിലും തമിഴ്നാട് ഗവർണർക്കെതിരെ ഗവൺമെന്റ് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. യൂണിയൻ ഗവൺമെന്റ് പ്രസിഡന്റിനോട് അഡ്വൈസ് ചെയ്യണം, ഇത്തരത്തിൽ ഗവർണർ ബില്ലുകൾ റിസർവ് ചെയ്തു കഴിഞ്ഞാലും അത് ഭരണഘടനാപരമായിട്ട് റിസർവ് ചെയ്യേണ്ടതല്ല എങ്കിൽ റിട്ടേൺ ചെയ്യാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ കോടതി ഗവർണറുടെ റീസണിങ്ങിനെ
അവിടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ആ ബില്ലുകൾ പ്രസിഡന്റിന് വിട്ടത്, എന്താണ് അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണം എന്നുള്ളത് വ്യക്തമാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കുക, ആർട്ടിക്കിൾ 200മായി ബന്ധപ്പെട്ടാണ് ചാലഞ്ച്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർക്ക് റിസർവിംഗ് പവർ വരികയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ഒപ്പിടണം, അല്ലെങ്കിൽ അത് ഒപ്പിടാതെ കയ്യിൽ പിടിക്കണം, അല്ലെങ്കിൽ അത് പ്രസിഡന്റിനെ ഒപ്പിടാൻ റിസർവ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്, റെഫർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഗവർണർ അസന്റ് വിത്ത്ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹം ഞാൻ ഒപ്പിടില്ല എന്ന് പറയുവാണെങ്കിൽ അത് കമന്റ് സഹിതം എന്തുകൊണ്ട് ഒപ്പിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യണം, അത് നിയമസഭയിലേക്ക് കൊടുക്കണം. അപ്പോൾ നിയമസഭയിലേക്ക് കൊടുത്ത് അവർ ഒന്നും കൂടെ പാസ്സാക്കി തിരിച്ചു വരുവാണെങ്കിൽ ഗവർണർ അതിൽ ഒപ്പിടേണ്ടതായിട്ട് വരും. ഗ്രാൻഡ് അസന്റ് എന്ന് വെച്ചാൽ ഗവർണർ ഒപ്പിടുന്നു, റിസർവ് അല്ലെങ്കിൽ റെഫർ ടു പ്രസിഡന്റ് എന്ന് വെച്ചാൽ പ്രസിഡന്റ് നൽകുക എന്നുള്ള. പിന്നെ അതിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടാണ്. കോട്ടൺ ഫാമേഴ്സിന് ഏകദേശം 500 കോടി രൂപയൊക്കെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇത് വളരെ കുറവാണ് എന്നാണ് കോട്ടൺ ഫാമേഴ്സും മറ്റും ആവശ്യപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു കോട്ടൺ ഫാമിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ്, എന്താണ് അവർ കൂടുതൽ ഫണ്ടിങ് വേണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മഹാരാഷ്ട്ര, പ്രത്യേകിച്ചും നമ്മുടെ ആ ഒരു ഗുജറാത്ത് മഹാരാഷ്ട്ര മേഖലയിലാണ് നമുക്ക് ബ്ലാക്ക് സോയിൽ, വോൾക്കാനിക് റപ്ഷന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ബ്ലാക്ക് സോയിൽ കാണുന്നത്. ഈ ഒരു പ്രദേശത്താണ് കൂടുതലായിട്ട് കോട്ടൺ കൃഷി ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ മഹാരാഷ്ട്രയിലെ കോട്ടൺ ഫാമേഴ്സ് ആണ് പറയുന്നത്, ബെറ്റർ ടെക്നോളജിയും ബെറ്റർ ഫണ്ടിങ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ഫണ്ടിങ് ആവശ്യമാണ്, പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നാഷണൽ കോട്ടൺ മിഷൻ, കോട്ടൺ ടെക്നോളജി മിഷന് 500 കോടി രൂപയാണ് 25-26 യൂണിയൻ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ കുറവാണ് അവർ പറയുന്നത്. അതായത് 2014-15 കാലഘട്ടത്തിലൊക്കെ കോട്ടൺ ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെക്ടറിന് 502 കിലോ കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് അത് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിട്ട് 24-25 10 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് 461ലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഹെക്ടർ സ്ഥലത്ത് നിന്ന് 461 കിലോയെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ടെക്സ്റ്റൈൽ സെക്ടറിന്റെ ഡിമാൻഡ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഇതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോട്ടൺ മേഖലയിൽ കൂടുതൽ ഫണ്ടിങ് വേണം എന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഈ ഒരു കോട്ടൺ കൃഷി ചെയ്യുമ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ബോൾവേമുകൾ വന്നിട്ട് കോട്ടണിനെ ഡാമേജ് ചെയ്യും എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് ബയോടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ബോൾഗാർഡ് 2 എന്ന് പറയുന്നതായിട്ടുള്ളത്. അതായത് ബയോടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ബോൾ വോംസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രതിരോധ ശക്തിയുള്ള കോട്ടൺ നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ബോൾഗാർഡ് 2ന്റെ കോട്ടൺ വെറൈറ്റി ഇത് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യാണ്, 20 വർഷത്തോളമായത്. ഇതിപ്പോൾ ലെസ് എഫക്റ്റീവ് ആണ്. ബോൾവേം ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതായത് ബോൾവേമിന് ഇതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി വന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫാമേഴ്സ് ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ് ചെയ്യാറുണ്ട്. അതുപോലെ മെക്കനൈസ്ഡ് ആയിട്ട് കോട്ടൺ പിക്കിങ് ഹയർ ഈൽഡിന് വേണ്ടി ചെയ്യാറുണ്ട്. പക്ഷേ ഈ മെത്തേഡുകളെല്ലാം തന്നെ വളരെ എക്സ്പെൻസീവ് ആണ്, അതെല്ലാവർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഈ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള മെത്തേഡുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡുകൾ എല്ലാ ആൾക്കാർക്കും ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം. 500 കോടി ഇൻസഫീഷ്യന്റ് ആണ്. അറ്റ്ലീസ്റ്റ് 1000 കോടിയെങ്കിലും ഡബിൾ എമൗണ്ട് എങ്കിലും അലോക്കേറ്റ് ചെയ്യണം എന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ കർഷകർക്ക് ബെറ്റർ ആയിട്ടുള്ള പ്രൈസസ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൂടി വേണം എന്നുള്ളത്. ഇൻപുട്ട് കോസ്റ്റ് കുറക്കണം, അതുപോലെ തന്നെ ബെറ്റർ പ്രൈസ് കിട്ടണം. അതേപോലെ തന്നെ അഗ്രികൾച്ചർ ബാങ്ക് ലെൻഡിങ്ങിന്റെ മേലെ ഫോക്കസ് ചെയ്യണം എന്നുകൂടി പറയുന്നുണ്ട്, കർഷകർക്ക് ലോൺ കിട്ടുന്നത്. അതേപോലെ മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് നടക്കാത്തതുകൊണ്ട് അത് കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ MS സ്വാമിനാഥൻ കമ്മീഷൻ പ്രകാരമുള്ള കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സപ്പോർട്ട് പ്രൈസുകൾ കൊണ്ടുവരണം എന്നും ഈ ഒരു കർഷകർ ആവശ്യപ്പെടുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ 76ാമത്തെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസിന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഹൈലൈറ്റ്, ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആ ഒരു മെച്ചപ്പെടുത്തലിനെ കുറിച്ചാണ് ഇവിടെ ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം എത്രമാത്രം സ്ട്രോങ് ആണെന്ന്. അപ്പോൾ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ തന്നെ ഉള്ളതാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ 1950 ഇന്ത്യയുടെ ഫസ്റ്റ് റിപ്പബ്ലിക് ഡേയിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള സുകർണോ ആയിരുന്നു. ഈ ഒരു വർഷം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രബോവോ സുബിയാന്തോ അദ്ദേഹമായിരുന്നു ചീഫ് ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള നാലാമത്തെ പ്രാവശ്യമാണ് ഒരു ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് കൂടി ഓർക്കുക. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ സ്ട്രോങ് ആണെന്ന് പറയാൻ പറ്റും. ബൈലാറ്ററൽ ട്രേഡ് എന്ന് വെച്ചാൽ ഏകദേശം $30 ബില്യൺ അടുത്തായിട്ടാണ്. ഇത് അടുത്ത 10 വർഷത്തിനുള്ളിൽ 4 മടങ്ങാവാനുള്ള സാധ്യതയുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ രണ്ട് രാജ്യങ്ങളും വളരെ വേഗത്തിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ ആവറേജിനേക്കാൾ കൂടുതലാണ്. എനർജി, ഫുഡ്, അഗ്രികൾച്ചർ, ഹെൽത്ത് കെയർ, മാനുഫാക്ചറിങ്, ടെക്നോളജി തുടങ്ങിയുള്ള പല മേഖലകളിലും രണ്ട് രാജ്യങ്ങളും ഗ്രോ ചെയ്യുന്നുണ്ട്, പരസ്പരം സഹകരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇന്തോനേഷ്യയിൽ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. നിക്കൽ, കോപ്പർ, ടിൻ, ബോക്സൈറ്റ് തുടങ്ങിയിട്ടുള്ള
പ്രധാനപ്പെട്ട റിസോഴ്സസ് ഉണ്ട്. അത് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. അതുപോലെ US മറ്റു മാർക്കറ്റുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്തോനേഷ്യ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഇന്തോനേഷ്യയും രണ്ടുപേരും ഇൻവെസ്റ്റ്മെന്റുകളിൽ വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ട്, പ്രത്യേകിച്ചും ക്ലീൻ എനർജി, മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ. കൂടാതെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട മേഖലകളിലും രണ്ട് രാജ്യങ്ങളും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് സെക്യൂരിറ്റി കോപ്പറേഷൻ എന്ന് പറയുന്നത്. 2018 കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് രണ്ട് രാജ്യങ്ങളും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മാരിടൈം സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കൗണ്ടർ ടെററിസം, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്കും അവർ സഹകരണം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കുക, പ്രത്യേകിച്ചും ഇൻഡോ പസഫിക് മേഖലയെ സമാധാനപൂർണ്ണമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്. ഇന്തോനേഷ്യ 2025 ബ്രിക്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു, ഇന്ത്യയും ചൈനയും കൂടെ. അപ്പോൾ റിഫ്ലക്റ്റിംഗ് ഈ ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻസ് മെച്ചപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ രണ്ട് രാജ്യങ്ങളും ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് US-ഉമായിട്ട്, അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസുമായിട്ട്. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ഡൈനാമിക്സിലൂടെ രണ്ട് രാജ്യങ്ങളും കടന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്തോനേഷ്യയും തമ്മിലുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് ഇൻഡോ പസഫിക് മേഖലയുടെ ഫ്യൂച്ചറിനും അതുപോലെ തന്നെ ഗ്ലോബൽ എക്കണോമിയുടെ ഫ്യൂച്ചറിനും വളരെ ക്രിട്ടിക്കലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അടുത്തൊരു വാർത്ത പഞ്ചാബ് നേരിടുന്ന ഡ്രഗ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രഗിളുമായി ബന്ധപ്പെട്ടാണ്. അതായത് മയക്കുമരുന്നുകൾ ഈ ഒരു പഞ്ചാബിലൂടെ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അപ്പോൾ എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് പഞ്ചാബ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ പഞ്ചാബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹെറോയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയൻ ഒന്നാണ് ഗോൾഡൻ ക്രസന്റ് എന്ന് പറയുന്ന പ്രദേശം. ഈ ഗോൾഡൻ ക്രസന്റ് എന്ന് പറയുന്നത് 3 രാജ്യങ്ങൾ ഉൾപ്പെട്ട സ്ഥലമാണ്. നമുക്ക് ഈ മാപ്പിലും കാണാൻ പറ്റും. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാനുമാണ്. ഈ 3 പ്രദേശങ്ങൾ, അതായത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇവരെ ഗോൾഡൻ ക്രസന്റ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെയാണ് ഹെറോയിൻ അതുപോലെ മയക്കുമരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വളരെ അടുത്തുള്ള സ്ഥലമായതുകൊണ്ടാണ് പഞ്ചാബിലേക്ക് വരുന്നതായിട്ടുള്ളത്. ഇതേപോലെ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന മറ്റൊരു പ്രദേശമുണ്ട്. അതും നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സൈഡിലാണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ്. ബർമ്മ, അതായത് മ്യാൻമാർ, തായ്ലൻഡ്, ലാവോസ്, വിയറ്റ്നാം, ഇവരെയാണ് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന രീതിയിൽ പറയുന്നതായിട്ടുള്ളത്. ഇതും ഇതേപോലെ തന്നെ ഈ ഒരു ഡ്രഗ് ട്രാഫിക്കിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡ്രഗ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ആണെന്ന് നോക്കി വെക്കുക. ഇവിടെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ ആണെങ്കിൽ ഗോൾഡൻ ട്രയാങ്കിൾ വരുമ്പോൾ വിയറ്റ്നാം, മ്യാൻമാർ, തായ്ലൻഡ്, ലാവോസ് ആണ് വരിക എന്നുകൂടി ഓർത്ത് വെക്കുന്നതിന്. അപ്പൊ ഈ ഒരു പഞ്ചാബിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ പാകിസ്ഥാനുമായിട്ട് ഇന്റർനാഷണൽ ബോർഡർ ഉണ്ട്. അപ്പൊ പാകിസ്ഥാൻ ഇവിടെ പ്രോക്സി വാർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രഗ് ട്രാഫിക്കിംഗ് വഴി വാർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുകൂടി ഓർത്ത് വെക്കുന്നതിന്. അപ്പൊ ജമ്മു റീജിയനിലേക്കും പാകിസ്ഥാൻ ഇതേപോലെ ഡ്രഗ്സുകൾ അയക്കുന്നുണ്ട് എന്നാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഡ്രഗ് സ്മഗ്ലേഴ്സ് അവർ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മരുന്നുകൾ എത്തിക്കുന്നത്. ആൾക്കാരില്ല. അപ്പൊ ഇവര് ചെറിയ ഡ്രോഗുകൾ കുറച്ച് ക്വാണ്ടിറ്റീസ് ആണ് അയക്കുന്നത്. കാരണം ഒരു ഡ്രോൺ വെടിവെച്ചിട്ട് കഴിഞ്ഞാലും പിടിക്കപ്പെട്ടാലും കുറച്ച് മാത്രമേ ലോസ് ഉണ്ടാവുള്ളൂ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി. 2024 മാത്രം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സുകൾ 294 ഡ്രോണുകളെയാണ് പിടിച്ചുള്ളത്. 283 കിലോ ഹെറോയിൻ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. 294 ഡ്രോൺ എന്ന് വെച്ചാൽ ഏകദേശം ഓരോ ദിവസം ഓരോ ഡ്രോണിനെ വെച്ച് പിടിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഇത് പിടിക്കുന്നതാണ്, ഇതിലും പിടിക്കാതെ എത്രയോ മടങ്ങ് ഡ്രോണുകൾ പോകുന്നുണ്ടാവാം എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ പഞ്ചാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിർത്തി ബോർഡർ ഏരിയ ആയതുകൊണ്ട് അതൊരു സപ്ലൈ റൂട്ട് മാത്രമല്ല, മേജർ ഡ്രഗ് കൺസ്യൂമർ കൂടിയാണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. പഞ്ചാബിൽ മാത്രം കഴിഞ്ഞ 3 വർഷത്തില് 39,000-ഓളം അറസ്റ്റുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2,710-ഓളം കിലോ ഹെറോയിൻ ആണ് പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കുക. 2012 നടത്തിയ ഒരു സ്റ്റഡിയിൽ 41 ലക്ഷം പീപ്പിൾ, അതായത് പഞ്ചാബ് പോപ്പുലേഷന്റെ 15% ആൾക്കാർ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഓപ്പിയോയിഡ്സ് ആണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്തത് എന്നുള്ള സ്റ്റഡീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ ഡ്രഗുകളും വളരെ പ്രിവലന്റ് ആണ്. അതുകൊണ്ട് തന്നെ HIV കേസുകളും ഒക്കെ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യവും പഞ്ചാബിലുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കറപ്ഷൻ, എന്തുകൊണ്ട് നമുക്കിത് തടയാൻ പറ്റുന്നില്ല വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കറപ്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻസും പോലീസും അതുപോലെ ഡ്രഗ് ട്രാഫിക്കേഴ്സും ഒക്കെ തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്. അത് ഈ ഒരു വിഷയത്തെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അപ്പോൾ ഭഗവന്ത് മാൻ അദ്ദേഹം 10,000-ഓളം പോലീസ് പേഴ്സണലിനെ അവരെ ഡ്രഗ് പെഡ്ലേഴ്സുമായിട്ടുള്ള കണക്ടിവിറ്റി കാരണം അവരെ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ പോലീസ് വളരെയധികം ചാലഞ്ചസ് നേരിടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അവർക്ക് മോഡേൺ ഡ്രഗ് സ്മഗ്ലിംഗ് മെത്തേഡുകളെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഈ ഒരു സപ്ലൈ ചെയിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വിൽ വേണം, ലോങ് ടേം ആക്ഷൻസ് എടുക്കണം. ആ ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ വില്ല് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ
വേണ്ടി പറ്റുള്ളൂ. അതിനുവേണ്ടി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി കൊണ്ടുവന്ന് ലീഗൽ ആയിട്ടുള്ള മെഷേഴ്സ് വഴിയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് ട്രീറ്റ്മെന്റുകൾ നൽകി റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കാം. അപ്പോൾ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 12 ലക്ഷം വരെയുള്ള ആൾക്കാർക്ക് ടാക്സ് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ 12 ലക്ഷം ആൾക്കാർക്ക് ടാക്സ് വരെയുള്ളവർക്ക് ടാക്സ് കൊടുക്കണം വെച്ചാൽ ഗവൺമെന്റിന്റെ ഇൻകം കുറയൂലേ? അപ്പോൾ ഗവൺമെന്റിന്റെ ഇൻകം കുറയുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലേ എന്നുള്ളതാണ്. ഈ ഒരു വിഷയമാണ് അടുത്ത 2 ടോപ്പിക്കുകളായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തേത് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം ടാക്സ് കളക്ഷനിൽ ഉണ്ടാവുന്ന വ്യത്യാസം അതെങ്ങനെയാണ് സംസ്ഥാനങ്ങളെ ബാധിക്കുന്നത്, അതുപോലെ ഡിവിസിബിൾ പൂളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ സെസ്സസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതായത് നമ്മുടെ രാജ്യത്ത് 100 രൂപ കളക്ട് ചെയ്യുകയാണ് ഗവൺമെന്റ് എന്നുണ്ടെങ്കിൽ അതിൽ 10 മുതൽ 11 രൂപ സെസ്സസും സർചാർജസും ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. ഈ സെസ്സസും സർചാർജിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡിവിസിബിൾ പൂളിന്റെ ഭാഗമല്ല എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. ഇപ്പൊ 2020-21 മുതൽ ഈ ഒരു ട്രെൻഡ് സെയിം തന്നെയാണ്. അപ്പോൾ സെസ്സസും സർചാർജും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ടാക്സ് കളക്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ കളക്ട് ചെയ്യുന്ന ടാക്സുകളാണ്. 100 രൂപയ്ക്ക് 1 രൂപ മുതൽ 2 രൂപ വരെയൊക്കെയാണ് ഇപ്പോൾ സെസ് സർചാർജ് കളക്ട് ചെയ്യുന്നതായിട്ടുള്ളത്. ഇത് സംസ്ഥാനങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അതായത് ഇത് ഡിവിസിബിൾ പൂളിന്റെ ഭാഗമല്ല. അപ്പോൾ ഇത് കളക്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്, അവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 100 രൂപ കളക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി അതിൽ നിന്ന് 10 രൂപ മുതൽ 11 രൂപ വരെ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി മാറ്റി വെക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷെയർ ഓഫ് സെസ്സസ് ആൻഡ് സർചാർജ് എന്ന് പറയുന്നത് ഏകദേശം 13.5 രൂപ വരെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ് 2021-22 കാലഘട്ടത്തിൽ. അതേസമയത്ത് ഡിവിസിബിൾ പൂൾ കുറയുമല്ലേ, കാരണം സെസ്സസും സർചാർജും 13.5 വരുന്നുണ്ടെങ്കിൽ 100 രൂപയിൽ നിന്ന് 13.5 കുറച്ചായിരിക്കും ഡിവിസിബിൾ പൂൾ വരിക. ഡിവിസിബിൾ പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020-21 മുതൽ തന്നെ 90 രൂപയ്ക്ക് താഴെയാണ്. 100 രൂപ കളക്ട് ചെയ്യുമ്പോൾ അതിൽ 90 രൂപയ്ക്ക് താഴെ മാത്രമാണ് ഡിവിസിബിൾ പൂൾ വരുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക. പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ ഡിവിസിബിൾ പൂൾ എന്ന് പറയുന്നത് 91 രൂപ മുതൽ 95 രൂപ വരെ ഉണ്ടായിരുന്നു 100 രൂപ കളക്ട് ചെയ്യുമ്പോൾ. അതായത് അന്ന് സെസ്സസും സർചാർജും കുറവായിരുന്നു. കൂടുതലും ഉണ്ടായിരുന്നത് ഈ ഒരു 91 മുതൽ 95 രൂപ വരെ ഉണ്ടായിരുന്നത് ഈ ഒരു ഡിവിസിബിൾ പൂൾ ആയിരുന്നു എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റുകളുടെ ഷെയർ നോക്കുമ്പോൾ സ്റ്റേറ്റ്സിനെ ഫൈനാൻസ് കമ്മീഷന്റെ 15th ഫൈനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം 21-26 വരെയാണ് 15th ഫൈനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ. 41% ഡിവിസിബിൾ പൂളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ളത്. അതിനു മുന്നേ 42% ആയിരുന്നു. ഈ 42%ത്ത് 1% കുറയാൻ കാരണം ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നതിനെ സ്റ്റേറ്റിൽ നിന്ന് യൂണിറ്റി ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേറ്റ് കുറഞ്ഞു, അതുകൊണ്ടാണ് 41%ത്തിലേക്ക് കുറഞ്ഞു എന്നാണ് പറയുന്നത്. നോൺ BJP റൂളിംഗ് സ്റ്റേറ്റുകൾ, അതായത് കേരളം, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഹയർ ഷെയർ ഇത് 50%ത്തിലേക്ക് മാറ്റണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക അടുത്ത ഫൈനാൻസ് കമ്മീഷൻ വരുന്ന സമയത്ത്. അപ്പൊ ഈ ഒരു സെസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ സെസ്സുകള് കൃത്യമായിട്ട് അതിന്റെ ഇന്റന്റഡ് പർപ്പസിന് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ക്രൂഡ് ഓയിൽ സെസ് കളക്ട് ചെയ്തിട്ടുള്ളത് ക്രൂഡ് ഓയിൽ ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല, ഫണ്ടുകൾ കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്നുള്ള ഇഷ്യൂ ഉണ്ട്. ഏകദേശം 2010 മുതൽ 22 വരെ 2.19 ലക്ഷം കോടി രൂപ കളക്ട് ചെയ്തിട്ട് സെസ് ആയിട്ട് കളക്ട് ചെയ്തെങ്കിലും അത് പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്തതായിട്ട് രേഖകളിൽ കാണുന്നില്ല എന്ന് കൂടി ഓർത്തിക്കുന്നതാണ്. അപ്പോൾ സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിലും കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സൗത്തേൺ സ്റ്റേറ്റുകളുടെ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിസിബിൾ പൂൾ എന്നുള്ളത് കിട്ടുന്നത് കുറഞ്ഞു വരികയാണ്. അതേ സമയത്ത് ഉത്തർപ്രദേശും ബീഹാറും ഒക്കെ അവർക്ക് വലിയ ഷെയർ ആണ് കിട്ടുന്നത്. ഉത്തർപ്രദേശിന് 17.9%, ബീഹാറിന് 10.1% ഒക്കെയാണ് ഈ 2025-26 കാലഘട്ടത്തിലെ ഡിവിസിബിൾ പൂളിൽ നിന്ന് കിട്ടുന്നത് ഓർത്ത് വെക്കാം. അപ്പൊ സൗത്തേൺ സ്റ്റേറ്റും ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്കും അവർക്ക് ചെറിയ ഫണ്ടിങ് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് അവരെ വലിയ കൺസേൺ ആയിട്ട് റേസ് ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പൊ നിലവിൽ ഉപയോഗിക്കുന്ന ഫോർമുല, ഈ ഒരു ഡിവിഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുലയുടെ ഇഷ്യൂ ആയിട്ടാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത, ഈ ഒരു ടാക്സ് കട്ട് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്നത്? ഈ ഒരു ടാക്സ് കട്ട് അത് വരുമാനത്തിൽ കുറവുണ്ടാവില്ലേ? അപ്പോൾ എന്താണ് ഗവൺമെന്റ് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഒരു ടാക്സ് കട്ട് എന്ന് വെച്ചാൽ ഒരു ഗ്യാമ്പിൾ ആണ് എന്നുള്ള രീതിയിലാണ് ഓഥർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. യൂണിയൻ ബഡ്ജറ്റിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ടാക്സ് കട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. അതായത് 12 ലക്ഷം വരെയുള്ള, നിലവിൽ 7 ലക്ഷം മുതൽ 12 ലക്ഷം വരെയുള്ള ആൾക്കാർ ടാക്സ് അടക്കുന്നുണ്ട്. ആ ഒരു ടാക്സ് അവർക്ക് ഫുൾ ടാക്സ് റിബേറ്റ് ആണ് കിട്ടുന്നതായിട്ടുള്ളത്. അപ്പോൾ നിലവിൽ 7 ലക്ഷം വരെയുള്ള ആൾക്കാർക്ക് ടാക്സ് റിബേറ്റ് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. നിലവിലത് 7 മുതൽ 12 ലക്ഷം വരെയുള്ളവർക്ക് കിട്ടും. അതായത് 12 ലക്ഷം വരെയുള്ളവർക്ക് ടാക്സ് അടക്കേണ്ടതായിട്ട് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ 12 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു എക്സംഷൻ ടാക്സ് അടക്കേണ്ടതായിട്ട് വരിക. ഈവൻ അതിലും എന്ത് ചെയ്യുന്നുണ്ട്, എക്സംഷൻ ലിമിറ്റുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കണം.
അപ്പോൾ ഇത്തരത്തിൽ ടാക്സ് കുറക്കുന്നത് ഗവൺമെന്റിനെ എങ്ങനെ ബാധിക്കുന്നു വെച്ചാൽ 1,00,000 കോടി രൂപയുടെ കുറവാണ് ഉണ്ടാവുക. അതായത് ടോട്ടൽ രാജ്യത്തിന്റെ ടാക്സ് കളക്ഷന്റെ 8% ഒരു കുറവുണ്ടാവും എന്നാണ് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. പക്ഷെ ടാക്സ് കട്ട് പ്രഖ്യാപിച്ചെങ്കിലും ബഡ്ജറ്റ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് ടാക്സ് 14% ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ വർദ്ധിക്കും എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ആൾക്കാരുടെ വരുമാനം 24% വർദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള സിനേറിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഹൈ ഇൻകം ഏർണേഴ്സിന്റെ എണ്ണം വർദ്ധിക്കുമെന്നും അല്ലെങ്കിൽ ആൾക്കാരുടെ വരുമാനം വർദ്ധിക്കുമെന്നും അത് ടാക്സ് ബൊയൻസിക്ക് കാരണമാകും എന്നുമാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ടാക്സ് ബൊയൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDPയുടെ ചേഞ്ചിനനുസരിച്ച് എങ്ങനെയാണ് ടാക്സ് റവന്യൂവിൽ മാറ്റം വരുന്നത് എന്നുള്ളതാണ് ടാക്സ് ബൊയൻസി എന്ന് പറയുന്നത്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടാക്സ് റവന്യൂ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ GDP, അതായത് GDPയിൽ ഉണ്ടാവുന്ന മാറ്റം എത്രയാണ്, അതായത് ടാക്സ് റവന്യൂവിൽ ഉണ്ടാവുന്ന മാറ്റം എത്രയാണ്, ഇവ തമ്മിലുള്ള റേഷ്യോ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടാക്സ് ബൊയൻസി വർദ്ധിക്കുന്നത് വെച്ചാൽ GDP വർദ്ധിപ്പിക്കുമ്പോൾ ആൾക്കാരുടെ വരുമാനം വർദ്ധിക്കും, അതുവഴി ടാക്സ് റവന്യൂ വർദ്ധിക്കും എന്നുമാണ് ഗവൺമെന്റ് കണക്കാക്കിയിട്ടുള്ളത്. അതുവഴി ടാക്സ് റവന്യൂ വർദ്ധിക്കും എന്നുള്ളത്. അതേസമയത്ത് പെസിമിസ്റ്റിക് സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് GDP വർദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ടാക്സ് റവന്യൂ അതുപോലെ വർദ്ധിക്കുന്നില്ല, അത് ടാക്സ് ബൊയൻസി ഫെയിൽ ആവുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ വരുമാനം കുറവും. ഇത് ഗവൺമെന്റിന്റെ വെൽഫെയർ പ്രോഗ്രാമുകളെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇതിന്റെ ഇമ്പാക്ട് ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള താഴ്ന്ന തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ മുകളിലായിരിക്കും എന്ന് കൂടി ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഗവൺമെന്റ് പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ അത് കുറക്കും, ഗവൺമെന്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് വർദ്ധിപ്പിക്കാൻ കാരണമാകും എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഗവൺമെന്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് കുറക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 2025-26 4.4% ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിന്റെ ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കടമെടുക്കുന്ന പൈസയാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അത് 4.4% കുറക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ വരുമാനം കുറയുന്നുണ്ട്, കടമെടുക്കുന്നത് കുറക്കുന്നുണ്ട്, ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കുറക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വിവിധ മേഖലകളിൽ ഗവൺമെന്റിന്റെ ചിലവുകൾ കുറക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ ഒരു ഫിസിക്കൽ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് കടമെടുക്കുന്നത് കുറയുന്നു, അത് ഉപയോഗിക്കുന്നത് കുറയുന്നു എന്ന് പറയുമ്പോൾ അത് എക്കണോമിക് ഗ്രോത്തിനെ നന്നായിട്ട് ബാധിക്കും എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഗവൺമെന്റ് സ്പെൻഡിങ് കുറക്കുമ്പോൾ നമ്മുടെ എക്കണോമിയിലേക്ക് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഫണ്ടിങ് ആണ് കുറയ്ക്കുന്നതായിട്ടുള്ളത്. ഇത് നമ്മുടെ എക്കണോമിയെ പുറകോട്ടടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എക്സ്പോർട്ടും അതുപോലെ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റുകളും ഒക്കെയാണ് കീ ഗ്രോത്ത് ഡ്രൈവേഴ്സ് ആയിട്ട് ഗവൺമെന്റ് വിശ്വസിക്കുന്നതായിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇൻകം ടാക്സ് കട്ടിനെ ഹെവി ആയിട്ട് റിലൈ ചെയ്യുന്നു. ഇൻകം ടാക്സ് കട്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റ് പറഞ്ഞത് ആൾക്കാരുടെ കയ്യിലേക്ക് പൈസ വരും, അവരത് മാർക്കറ്റിലെ കൺസംഷൻ പേർപ്പസിന് യൂസ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അത് ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും എന്നുണ്ടെങ്കിലും അത് അത്ര ഇഫക്റ്റീവ് ആവണം എന്നില്ല എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അതായത് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റുകളും എക്സ്പോർട്ടുകളും പിക്കപ്പ് ചെയ്തെങ്കിൽ മാത്രമേ അത് വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ ഗവൺമെന്റ് ഇവിടെ ആക്ച്വലി ഒരു ബെറ്റിംഗ് ചെയ്യുകയാണ്, ടാക്സ് റിബേറ്റ് കൊടുത്തുകൊണ്ട്. അതുവഴി ഹയർ കൺസംഷൻ ഉണ്ടാവും, ആൾക്കാരുടെ കയ്യിൽ പൈസയുണ്ട്, അവർ സാധനങ്ങൾ വാങ്ങിക്കോളും, ഡൊമസ്റ്റിക് കൺസംഷൻ വർദ്ധിക്കും എന്നുള്ള ഒരു ബെറ്റ് എടുക്കുകയാണുള്ളത്. അപ്പോൾ അത് മെല്ലെ മെല്ലെ രാജ്യത്തിന് ബെറ്റർ ആയി മാറും എന്നാണ്. പക്ഷെ ഇതൊരു ഹൈ റിസ്ക് സ്ട്രാറ്റജി ആണ് എന്നുള്ളതാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത US എടുത്തിട്ടുള്ള പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസികളെ കുറിച്ചാണ്. അപ്പോൾ US എടുത്തുള്ള പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസിയെ നമുക്ക് ബെഗർ തൈ നൈബർ പോളിസി എന്ന് വിളിക്കാം. എന്താണ് ഈ ബെഗർ തൈ നൈബർ പോളിസി, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്നാണ് നമ്മൾ നോക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ബെഗർ തൈ നൈബർ പോളിസി എന്ന് പറയുന്നത് അയൽക്കാരെ പണക്കുന്ന നടപടികൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് ടെൻഷൻസ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രൊട്ടക്ഷനിസ്റ്റ് മെഷേഴ്സ്, രാജ്യത്തിന്റെ എക്കണോമിയെ സംരക്ഷിച്ചു നിർത്തുന്ന പ്രൊട്ടക്ഷനിസ്റ്റ് മെഷേഴ്സ് US ഗവൺമെന്റ് എടുക്കുന്ന സമയത്ത് അത് താരിഫിനെയും കറൻസി ഡിവാലുവേഷനും കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഗ്ലോബൽ ട്രേഡിനെയും എക്കണോമിക് സ്റ്റെബിലിറ്റിയും ഒക്കെ ബാധിക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് ബെഗർ തൈ നൈബർ പോളിസി എന്ന് പറഞ്ഞാൽ? ഇത് പ്രൊട്ടക്ഷനിസ്റ്റ് മെഷേഴ്സ് ആണ്. അതായത് ഒരു രാജ്യം അതിന്റെ എക്കണോമിയെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടി എടുക്കുന്ന മെഷേഴ്സിനെയാണ് ഈ ഒരു ബെഗർ തൈ നൈബർ പോളിസീസ് എന്ന് വിളിക്കുന്നത്. അവര് ഇതിനെ ചെയ്യുന്നത് വെച്ചാൽ മറ്റ് രാജ്യങ്ങളെ ബലിയാടാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുക എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. മറ്റ് രാജ്യങ്ങളുടെ മേലെ അധിക നികുതി ഈടാക്കുക, അല്ലെങ്കിൽ കറൻസിനെ ഡീവാലുവേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നതായിട്ടുള്ളത്, അവർ ചെയ്യുന്ന നടപടികൾ. ഉദാഹരണത്തിന് ട്രേഡ് വാർ നടക്കുമ്പോൾ അല്ലെങ്കിൽ താരിഫുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കറൻസിയെ ഡീവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് വഴി അതുവഴി എക്സ്പോർട്ടിനെ ബൂസ്റ്റ് ചെയ്യുക, അതുപോലെ ഇമ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു ബെഗർ തൈ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. ഈ ഒരു ടേം ആഡം സ്മിത്ത് 1776 തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചില മെർക്കാന്റിലിസ്റ്റ് പോളിസികളെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എതിർക്കുന്ന ആൾക്കാരുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഇത് രാജ്യത്തിന്റെ താല്പര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും, അവിടുത്തെ ഇൻഡസ്ട്രീസിനെയും അവിടുത്തെ ജോബ് ക്രിയേഷനെയും ഒക്കെ ബൂസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം ഡൊമസ്റ്റിക് എക്സ്പോർട്ടുകൾ, രാജ്യത്തേക്ക് വരുന്ന ഇമ്പോർട്ടുകൾ കുറയുകയും അതേസമയത്ത് അവിടുത്തെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ
ബൂസ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതേപോലെ കറൻസിയുടെ മൂല്യം ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് എക്സ്പോർട്ടിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്നുകൂടി പറയുന്നുണ്ട്. അതേസമയത്ത് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളെയും ദരിദ്രരാക്കി മാറ്റുന്ന നടപടികളായിരിക്കും താരിഫും ഡീവാലുവേഷൻസ്. കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള ടെൻഷൻസ് വർദ്ധിക്കും. എല്ലാ രാജ്യങ്ങളും പരസ്പരം അങ്ങനെ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇത് ഒരു ഗ്രേറ്റ് ഡിപ്രഷനിലേക്ക് കടന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് ആൾക്കാരെ ഹാം ചെയ്യും, കൺസ്യൂമേഴ്സിനെ ഹാം ചെയ്യും, സാധനങ്ങളുടെ വില കൂടും, അതുപോലെ ഗ്ലോബൽ ട്രേഡിനെയൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറക്കുമ്പോൾ സാധനങ്ങളുടെ വരും. ഇപ്പോൾ 10% ഇമ്പോർട്ട് ഡ്യൂട്ടി ഇപ്പം ചൈനയിൽ നിന്ന് $100 യുഎസിൽ വരുന്നതിന് നിലവിൽ ഇപ്പോൾ 10% ഇമ്പോർട്ട് ഡ്യൂട്ടി എങ്കിൽ അത് $110 യുഎസിൽ കിട്ടുന്നുണ്ടാവുക. അതിന്റെ മുകളിൽ അഡീഷണൽ ആയിട്ടുള്ള 15% ഡ്യൂട്ടിയും കൂടെ ആക്കി കഴിഞ്ഞാൽ പ്ലസ് ഒരു $15 കൂടെ വരും. $125 മാത്രമേ വാങ്ങുള്ളൂ. അപ്പോൾ സാധനത്തിന്റെ വില കൂടി എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ സാധനത്തിന്റെ വില കൂടുമ്പോൾ അത് കൺസ്യൂമേഴ്സിനെ ബാധിക്കും, ആൾക്കാരുടെ പർച്ചേസിംഗ് പവറിനെ ബാധിക്കും എന്നുകൂടി ഓർത്ത് വെക്കണം തന്നെ. അതേപോലെ തന്നെ ഈ ഒരു ഇത് ഗ്ലോബൽ ട്രേഡിനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, നമ്മുടെ രാജ്യത്തെ സ്പോർട്സ് അതോറിറ്റികൾ അല്ലെങ്കിൽ സ്പോർട്സ് ബോർഡുകളിലെല്ലാം പൊളിറ്റീഷ്യൻസ് കയറിയിരിക്കുന്നത്. ഇപ്പോൾ BCCI ആയിക്കോട്ടെ, മറ്റ് ഗുസ്തി ഫെഡറേഷൻ ആയിക്കോട്ടെ, മറ്റ് ഫെഡറേഷൻസിലെല്ലാം തന്നെ പൊളിറ്റീഷ്യൻസ് കയറിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു വിഷയത്തെയാണ് സുപ്രീം കോടതി അഡ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുള്ളത്. അതായത് ഈ ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേഷനിൽ പൊളിറ്റിസൈസേഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ആക്ച്വലി ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വിഷയം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത്. സുപ്രീം കോടതിയാണ് ഈ ഒരു പൊളിറ്റൈസേഷൻ ഓഫ് സ്പോർട്സിനെ അത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്. അതായത് നേരത്തെ ഫോമർ ജഡ്ജസിനെയും ബ്യൂറോക്രാറ്റുകളെയും എല്ലാം തന്നെ ഈ ഒരു സ്പോർട്സ് ബോഡീസിലേക്ക് എന്തിനാണ് അപ്പോയിന്റ് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോടതി പറഞ്ഞു വെച്ചാൽ കുറച്ചുകൂടി ഡെമോക്രാറ്റിക് വാല്യൂസിനെ കൊണ്ടുവരേണ്ടതായിട്ട് ജെന്യൂൻ ആയിട്ടുള്ള സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരെ ഈ ഒരു സ്പോർട്സിലേക്ക് കൊണ്ടുവരണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു സീനിയർ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പിൽ ഇറാനിൽ ഈ ഒരു വുമൺ കബഡി ടീമിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സെൻട്രലിനോട് എന്നുകൂടി ഓർത്തു വെക്കണം തന്നെ. അപ്പോൾ ഈ ഒരു ആക്ച്വലി എന്ന് വെച്ചാൽ അമേച്ചർ കബഡി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അതിന് ഇന്റർനാഷണൽ കബഡി ഫെഡറേഷനിൽ അഫിലിയേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പൊളിറ്റിക്കലി ആയിട്ടുള്ള ആൾക്കാരൊക്കെ അധികാരത്തിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക. കാരണം ഈ ഒരു ഇന്റർനാഷണൽ ബോഡീസ് കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് ആരൊക്കെയായിരിക്കണം അവിടുത്തെ ഫെഡറേഷന്റെ അംഗങ്ങൾ എന്നൊക്കെയുള്ള റെഗുലേഷൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാതെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അപ്പോയിന്റ്മെന്റുകൾ നടത്തുമ്പോഴാണ് അഫിലിയേഷൻസ് നഷ്ടപ്പെടുന്നത്. ഇതാണ് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കാം. ചില ഫോമൽ പ്ലേയേഴ്സും എല്ലാം തന്നെ ഈ ഒരു ബാനിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കലി ആൾക്കാരെ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഗുസ്തി ഫെഡറേഷനിലൊക്കെ സിമിലർ ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ നാഷണൽ സ്പോർട്സ് കോഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിന് കൂടിയും പുതിയ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടുള്ളതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ കോടതി പറഞ്ഞു വെച്ചാൽ സ്പോർട്സ് ബോഡീസ് അവര് പ്രത്യേകിച്ചും റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള സ്പോർട്സിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് ഉള്ള ആൾക്കാരെയൊക്കെയാണ് സ്പോർട്സ് ബോഡീസിന്റെ ഭാഗമാക്കി മാറ്റേണ്ടതായിട്ടുള്ളത്. അതിനു പകരം സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് കൺട്രോൾ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ താൽക്കാലികമായിട്ട് അതിന്റെ ഫിനാൻസും അതിന്റെ ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻസ് ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ട് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്പോർട്സ് ബോഡികളിലേക്ക് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാർ വരുന്നതും അവർ നടത്തുന്ന അഴിമതികളെയൊക്കെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് CBI, ഇന്റർപോൾ തുടങ്ങിയിട്ടുള്ള ഏജൻസികളുടെ എഫക്റ്റീവ് ആയിട്ടുള്ള യൂസും ചെയ്യണം എന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അടുത്തൊരു വാർത്ത യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയ ടെലിസ്കോപ്പും അത് കണ്ടെത്തിയുള്ള ബ്ലാക്ക് ഹോളുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുമാണ്. നമുക്ക് എന്താണ് ഡീറ്റെയിൽസ് എന്ന് നോക്കാം. അപ്പോൾ ഗയ എന്ന് പറയുന്ന യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ടെലിസ്കോപ്പ് BH3 എന്ന് പറയുന്ന ബ്ലാക്ക് ഹോളിന്റെ അവനെ ഗയ BH3 എന്നാണ് വിളിക്കുന്നത്. വളരെ ജിജാന്റിക് ഉള്ള ഭൂമിയുടെ അടുത്തായിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോൾ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഭൂമിയുടെ അടുത്തായിട്ട് മൂന്നാമത് കണ്ടെത്തിയ ബ്ലാക്ക് ഹോൾ ആണ് ഇത് എന്നും കൂടി ഓർത്തു വെക്കുന്നതല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനെ കുറിച്ചും നമ്മുടെ ഈ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഈ ഒബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയൊക്കെ സഹായിക്കുന്ന ഒരു കണ്ടെത്തലാണ് ഇത് എന്ന് കൂടി ഓർക്കുക. അപ്പോൾ ഗയ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസി 2013 ലോഞ്ച് ചെയ്തതാണ്. ഏകദേശം 1.5 മില്യൺ കിലോമീറ്റേഴ്സ് ഭൂമിയിൽ നിന്നുമായിട്ട് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ലഗ്രാഞ്ചെ പോയിന്റ്, ഗ്രാവിറ്റി ബാലൻസ് ചെയ്യുന്ന പോയിന്റ് ആണ് ലഗ്രാഞ്ചെ പോയിന്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലഗ്രാഞ്ചെ പോയിന്റിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് 2 ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പുകൾ ഉണ്ട്. അതുപോലെ 3ഓളം സയൻസ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇത് കൃത്യമായിട്ട് സ്റ്റാർസിനെയും അതിന്റെ സ്പീഡൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ
അതിന്റെ ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്യാനും പറ്റും എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള 3 ഡയമെൻഷണൽ മാപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 2 ബില്യൺ ഒബ്ജക്ട്സിന്റെ മാപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗാലക്സിയിലും പുറത്തുമായിട്ടുള്ളത്. അതിന്റെ മോഷൻസിനെ മാപ്പ് ചെയ്യാനും അതിന്റെ ലൈറ്റിന്റെ ലുമിനോസിറ്റി ഇന്റൻസിറ്റി ഒക്കെ മെഷർ ചെയ്യാനും ടെമ്പറേച്ചറും കോമ്പോസിഷനും ഒക്കെ മനസ്സിലാക്കാനും സഹായിക്കുന്ന ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഡാർക്ക് ഒബ്ജക്റ്റുകളായിട്ടുള്ള ബ്ലാക്ക് ഹോളുകൾ പോലുള്ള ഒബ്ജക്റ്റുകളെ ഡിറ്റക്ട് ചെയ്യാനും വേണ്ടിയിട്ടും ഇത് സഹായിക്കും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ഹോളുകളെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ അടുത്തുള്ള സ്റ്റാർസിനെയാണ് ഇവർ ഒബ്സർവ് ചെയ്യുന്നത്. ആ സ്റ്റാർസിന്റെ വേഗതയിൽ ഉണ്ടാവുന്ന മാറ്റമാണ് ഇവർ ഡിറ്റക്ട് ചെയ്യുന്നത്. അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗണ്ട് സോഴ്സ് നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഉച്ചത്തിലും അത് ദൂരത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒച്ച കുറഞ്ഞതായിട്ട് കാണും. കാരണം ഒരു ആംബുലൻസ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അതിന്റെ ശബ്ദം കൂടി കൂടി വരും, ദൂരത്തേക്ക് പോകുമ്പോൾ അതിന്റെ ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ. അപ്പൊ ഇതിനെയാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു സിഗ്നല് അത് മോഷനിലാണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് ഇവിടെ ഒബ്സർവ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുന്നത്. നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും, നമുക്ക് വലിയ വലിയ ശബ്ദത്തിൽ കേൾക്കാൻ വേണ്ടി പറ്റും. ദൂരത്തേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി കുറയും, ശബ്ദം കുറയും എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു ബ്ലാക്ക് ഹോളിന്റെ അടുത്തുകൂടി ഒരു സ്റ്റാർ കറങ്ങുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഹോളിനോട് വളരെ അടുത്തെത്തുമ്പോൾ അതിന്റെ സ്പീഡ് കൂടും, അത് ബ്ലാക്ക് ഹോളിൽ നിന്ന് ദൂരത്ത് പോകുമ്പോൾ അതിന്റെ വേഗത കുറയും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മോഷനെ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് ഹോളുകളുടെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്നതായിട്ടുള്ളത്. ഇതിനെ സാധാരണ നമ്മൾ റെഡ് ഷിഫ്റ്റ് ബ്ലൂ ഷിഫ്റ്റ് എന്നൊക്കെയാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു റെഡ് ഷിഫ്റ്റ് ബ്ലൂ ഷിഫ്റ്റ് തുടങ്ങിയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിച്ചാണ്, ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സ്റ്റാർസിന്റെ സ്പീഡും മൂവ്മെന്റും ഒക്കെ ഡിറ്റക്ട് ചെയ്ത് അവിടെ ഒരു ബ്ലാക്ക് ഹോളിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് ഈ ഒരു ഗയ ഡിറ്റക്ട് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തത് AGN-C യുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. ആക്ച്വലി ഈ ഒരു പിക്ചർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ അടുത്ത് എർത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു AGN-Cയുടെ സമീപ പ്രദേശമായിട്ട്. അവിടെ ഐലൻഡ് ഓഫ് സാന്റോണിക്കയിൽ ഒരു എർത്ത് നൽകിയിട്ടുണ്ടായിരുന്നു, എർത്ത് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ AGN-C എവിടെയാണ്, ഐലൻഡ് ഓഫ് സെന്റോറിനി എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. AGN-C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ സീയുടെ ഒരു ആമാണ്. മെഡിറ്ററേനിയൻ സീ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിന്റെ ഒരു ആമായിട്ടുള്ളതാണ് AGN-C എന്ന് പറയുന്നതായിട്ടുള്ളത്. ഒരു സൈഡിൽ നമുക്ക് തുർക്കിയെ കാണാൻ പറ്റും, മുകളിൽ നമുക്ക് ഗ്രീസിനെ കാണാൻ വേണ്ടി പറ്റും എന്നോർത്തൊക്കെ ഒരുപാട് ചെറിയ ഐലൻഡുകളുള്ള ഒരു പ്രദേശമായിട്ടും ഇതിനെ കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു സൈഡിൽ ഈസ്റ്റ് മെഡിറ്ററേനിയൻ ബേസിൻ ആണ്, അതുപോലെ ഗ്രീക്ക് പെനിൻസുല ഒരു പ്രദേശത്തുണ്ട്. കൂടാതെ മറ്റൊരു സൈഡിൽ അനറ്റോലിയ എന്ന് പറയുന്ന റീജിയൻ ആണ്. അനറ്റോലിയ എന്ന് പറയുന്ന റീജിയൻ എന്ന് വെച്ചാൽ തുർക്കിയുടെ ഒരു ഭാഗം യൂറോപ്പ് സൈഡിലുണ്ട്, യൂറോപ്പ് സൈഡിൽ ഒരു ഭാഗമുണ്ട്, ഒരു സൈഡിൽ ഏഷ്യ സൈഡിലുണ്ട്. അപ്പൊ ഇതിൽ ഏഷ്യ സൈഡിലുള്ള തുർക്കിയെയാണ് അനറ്റോളിയ റീജിയൻ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് നമുക്ക് ഈ ഒരു ഇസ്താൻബുൾ എന്ന് പറയുന്നത് ഈ ഒരു ജംഗ്ഷനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ ഓർത്തേക്കണം, AGN-C എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഓഫ് ദർദനൽസ് ത്രൂ ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ദർദനൽസ് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ ഒരു സൈഡില് സീ ഓഫ് മർമറ, ഇവിടെയാണ് സീ ഓഫ് മർമറ, ഇവിടെയാണ് ബ്ലാക്ക് സീ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഇതിനിടയിലാണ് സ്ട്രെയിറ്റ് ഓഫ് ദർദനൽസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഐലൻഡ് ഓഫ് ക്രെറ്റെ എന്ന് പറയുന്നത് ഇവിടെ സൗത്ത് ബൗണ്ടറി ആയിട്ടുള്ള ഒരു വലിയ ഐലൻഡ് ആണ്. മെഡിറ്ററേനിയൻ സീയും AGN-Cയും തമ്മിലുള്ള ഒരു ബൗണ്ടറി ആയിട്ട് കണക്കാക്കുന്നത് ഐലൻഡ് ഓഫ് ക്രെറ്റേൻ ആണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. ഇതില് ഐലൻഡ് ഓഫ് സന്തോറിനി എന്ന് പറയുന്നതായിട്ടുള്ളത് ഒരു ഗ്രീക്ക് ഐലൻഡ് ആണ് AGN-Cയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രീക്കിന്റെ അധികാര പരിധിയിലുള്ളതാണ്, AGN-Cയിൽ ലൊക്കേറ്റ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ഐലൻഡുകളുണ്ട്. ഇതൊരു സാന്തോറിനി കാൽഡെറയുടെ ഭാഗമായിട്ടുള്ളതാണ്. എന്താ ഈ സാന്തോറിനി കാൽഡെറ? സാന്തോറിനി പേരാണ്, കാൽഡെറ എന്ന് പറയുന്നതായിട്ടുള്ളത് ലാർജ് ബൗൾ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ ആണ്, ഒരു കുഴിയാണ്. സാധാരണ വോൾക്കാനിക് എറപ്ഷൻസ് ഉണ്ടായിട്ട് കൊളാപ്സ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കുഴികൾ, നിങ്ങൾ വോൾക്കാനോയുടെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു കുഴി കാണാൻ വേണ്ടി വരും. ഇതിനെയാണ് കാൽഡെറ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ ഒരു പ്രദേശത്ത് രൂപപ്പെട്ടുള്ള ഒരു കാൽഡറയാണ് ഈ സന്തോറിനി കാൽഡറ എന്ന് പറയുന്നത്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് വെള്ളത്തിന് മുകളിൽ കാണാൻ വേണ്ടി പറ്റും. അതിൽ ഏറ്റവും വലുതാണ് സന്തോറിനി എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഒരു ആർക്കിപ്പെലാഗോ ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ് എന്ന് കൂടി വിളിക്കാൻ പറ്റും. അപ്പൊ ഇതിലെ ഈ ഒരു സൈക്ലേഡ്സ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് എന്ന് കോമൺ ആയിട്ട് ഈ ഒരു മേഖലയെ വിളിക്കാറുണ്ട്. അതിലത്തെ ഏറ്റവും സൗത്തേൺ മോസ്റ്റ് മെമ്പർ കൂടിയാണ് ഐലൻഡ് ഓഫ് സെന്റോറിനി എന്ന് കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ക്യാൻസർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. ഇന്ത്യയിലെ ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഈ ഒരു പ്രിസിഷൻ മെഡിസിൻസ് ടാർഗറ്റഡ് തെറാപ്പി ഒക്കെ
ജീൻ തെറാപ്പി വഴി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. നോർമലി ഇന്ത്യയിൽ ഇത് കിട്ടില്ല. പ്രത്യേകിച്ച് പബ്ലിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഇന്ത്യയിൽ ലെസ് ദാൻ 2% ഓഫ് GDP ആണ്. GDP-യുടെ 2% താഴെയാണ്. അതുകൊണ്ട് തന്നെ ഇത് പലർക്കും അഫോർഡബിൾ അല്ല. അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ ടോക്സിസിറ്റി ആണ് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ട്രീറ്റ്മെന്റുകൾ, ക്യാൻസർ കെയർ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഗവൺമെന്റിന്റെ ഫണ്ടിങ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് അത് എല്ലാ ആൾക്കാർക്കും ആക്സസിബിൾ അല്ല എന്നുകൂടി ഇവിടെ ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് എഡ്യൂക്കേഷൻ സെക്ടറിൽ കൂടുതൽ ഫണ്ടിങ് അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കൂടുതൽ ഫണ്ടിങ് അനുവദിക്കണം, എഡ്യൂക്കേഷൻ സെക്ടറിൽ കാര്യമായിട്ടുള്ള റീഫോംസ് കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അതായത് ആധുനിക സാങ്കേതിക വിദ്യകൾ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യകതയെക്കുറിച്ചും എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് ഈ USA എക്സിറ്റ് ചെയ്തതും അതെങ്ങനെയാണ് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബ്രിക്സ് കൺട്രീസിന് കാണാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഓഥർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കാരണം അമേരിക്ക പുറകോട്ട് പോയി. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ ഡെമോക്രാറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടിയും അമേരിക്കയുടെ ആ ഒരു മേൽക്കോയ്മ ഒഴിവാക്കിക്കൊണ്ട് ലോകരാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്തിന് ലീഡർഷിപ്പ് ഏറ്റെടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണണമെന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3 ടോപ്പിക്കുകളും നമ്മൾ ബ്രീഫായിട്ട് ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ട് ഉള്ളത്.